ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് കടച്ചക്ക വെച്ചിട്ട് ഒരു വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ചക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ചക്ക ആയതുകൊണ്ടാണ് 2 ചക്ക എടുക്കുന്നത്. ചക്ക ചെത്തി കഷ്ണങ്ങളാക്കാം. ചക്ക രണ്ടും ചെത്തി നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് 2 ചക്കയും ചെത്തി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകിയെടുത്തതാണിത്. ചക്ക കറി വയ്ക്കുന്നതിന് തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ ചിരകിയിട്ട് വരാം. ആ ഒരു മുറി തേങ്ങ ഞാൻ ചിരകിയെടുത്തു. തേങ്ങ വറുക്കാനായിട്ട് ആവശ്യമായ സാധനം: തേങ്ങയിലേക്ക് ഒരു നുള്ള് ഉലുവ, ചെറിയുള്ളി, കറിവേപ്പില, വലിയ ജീരകം എന്നിവ ഇട്ട് നന്നായി തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി നമുക്ക് ചൂടാകാൻ വയ്ക്കാം. ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ച സാധനങ്ങൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. തേങ്ങയും കറിവേപ്പിലയും മസാലകളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. തേങ്ങ ഒരുവിധം വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായി ബ്രൗൺ ആകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ തണുക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായി നമുക്കൊരു വലിയുള്ളി എടുക്കാം, 2 പച്ചമുളക്, ഒരു കറിവേപ്പില. ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വെച്ച തേങ്ങ വറുത്തത് അരച്ചെടുക്കാം. നല്ല എണ്ണ തെളിയുന്ന പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്, ഇങ്ങനെ തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അതിലേക്ക് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കല്ല് കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കല്ലിടാം. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് കഴുകി വെച്ച ചക്ക ഇട്ട് കൊടുക്കുക. ചക്ക ഇങ്ങനെ എണ്ണയിലിട്ട് വാട്ടി എടുക്കുന്നതാണ് നല്ലത്. വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് എണ്ണയിൽ ഇങ്ങനെ വഴറ്റി ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കുന്നത്. നല്ലപോലെ ഇളക്കി പൊത്തി വെച്ച് നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. മൂടി തുറന്ന് നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി,
മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി നന്നായി മൂടി വയ്ക്കാം. അതിനുശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി ചക്ക വേകാൻ ആവശ്യമായി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഒന്നും കൂടി മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. മൂടി തുറന്ന് നോക്കാം. നമ്മുടെ ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത് വെച്ച അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ബാക്കി അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കടച്ചക്ക വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കടച്ചക്ക വറുത്തരച്ച് വെച്ചാൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കാൻ മറക്കല്ലേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ.